ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് BCA ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് 2023 നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാം പേപ്പറാണ്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും പറയുന്നു, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ. കാരണം നമ്മുടെ ചാനലിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൾ ഹാർട്ടഡ് സപ്പോർട്ടാണ്. ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ എല്ലാ മൊഡ്യൂൾസും അത്യാവശ്യം പറ്റുന്ന കണ്ടന്റ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂൾ വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും കാണുക. കാരണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒന്നും ആവില്ല. പിന്നെ അതേപോലെ 2 മാർക്സ് ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും എന്ത് ചെയ്യാം, അത്തരം വീഡിയോസ് എല്ലാം കാണുക. അല്ലാതെ ഒറ്റ വീഡിയോ കണ്ടിട്ട് ഫുൾ മാർക്ക് കിട്ടണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം. ഡിഫൈൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സോ ഫംഗ്ഷനോ ഒക്കെ ചോദിച്ച് അതൊന്നും എഴുതാൻ പറ്റും. AICPAയുടെ ഡെഫിനിഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ വാട്ട് യു മെൻ ബൈ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. നമുക്ക് ഒരുപാട് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുകൾ, പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. സോ ഇതിൽ ചോദിച്ചിട്ടുള്ള അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനം ഇത് തുടങ്ങിയ വ്യക്തിയിൽ നിന്നും സെപ്പറേറ്റ് ആണ്, വ്യത്യസ്തമാണ്. ബിസിനസ് സ്ഥാപനം വേറെ, അത് തുടങ്ങിയ വ്യക്തി വേറെ, രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിയമത്തിന്റെ കണ്ണിൽ എന്ന് പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈനാൻഷ്യൽ പൊസിഷൻ, ദെൻ മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വാരിയസ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ യൂസേഴ്സ്. ഇനി എന്താണ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അക്കൗണ്ടുകളുടെ കളക്ഷനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി എന്നും ഇതിനെ പറയും. ജേണലാണ് ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ജേണലിൽ ട്രാൻസാക്ഷൻ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതും. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ നമ്മൾ ഓരോ അക്കൗണ്ട് വൈസ് ആയിട്ടാണ് ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് എഴുതി വെക്കുക. അതായത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എഴുതി വെക്കുന്ന ആ പ്രക്രിയയെ നമ്മൾ എന്താ പറയുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നു. ദെൻ വാട്ട് ഇസ് CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. നമ്മുടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് കോസ്റ്റിൽ പ്രോഫിറ്റിൽ എത്രത്തോളം വ്യത്യാസം വരുന്നു, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്നതാണ് CVP അനാലിസിസ്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ക്യാഷ് എക്സ്പെൻസും വരും, ക്യാഷ് റവന്യൂസും വരും, റെസിപ്റ്റ്സും വരും, അതുപോലെ കുഞ്ഞു കുഞ്ഞു എക്സ്പെൻസസും വരും. അപ്പോൾ ഈ ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ എഴുതി വെക്കാനുള്ള ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. അത് കീപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇംപ്രസ്ഡ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ മാസാവസാനം അല്ലെങ്കിൽ വർഷാവസാനം എന്ത് ചെയ്യും, ഒരു എമൗണ്ട് അങ്ങോട്ട്, വർഷാവസാനം അല്ല തുടക്കത്തിൽ ഒരു എമൗണ്ട് അങ്ങ് ഏൽപ്പിക്കും. അതിൽ നിന്ന് ഈ പെറ്റി ക്യാഷിയർ എന്ത് ചെയ്യണം, അതാത് മാസങ്ങളിലെ ചെലവ് മീറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ 10,000 രൂപ കൊടുത്തു മാസം ആദ്യം, ഇയാൾ എന്ത് ചെയ്തു, ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് ഓരോ ചെലവുകളൊക്കെ നടത്തി. ഇനി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇപ്പൊ 8,000 രൂപ ചെലവായി, ബാക്കി ബാലൻസ് 2,000. അടുത്ത മാസം ആകുമ്പോൾ ഇതേപോലെ തന്നെ 10,000 രൂപയ്ക്ക് എത്തിക്കും. അപ്പൊ 2,000 ഇപ്പൊ കയ്യിലുണ്ട്, ഇനി എത്രയും കൂടി കിട്ടിയാൽ മതി, 8,000 കൂടി കിട്ടിയാൽ മതി, ചെലവായ തുക. അപ്പൊ ആ രീതിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇംപ്രസ് സിസ്റ്റം എന്ന് പറയും. ക്യാഷ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാവിയിൽ ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന എസ്റ്റിമേഷനാണ് ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ് എന്ന് ചോദിച്ചു. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്സ് ഉണ്ട്, ഗോയിങ് കോൺസേൺ ഉണ്ട്, മണി മെഷർമെന്റ്, ഇതൊക്കെ പഠിക്കുക കേട്ടോ, ഏതും ചോദിക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ അപ്പുറത്തേക്കുള്ള സെയിൽസിനെയാണ് എന്ത് പറയുന്നത്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റിനെ രണ്ടാക്കി തരംതിരിച്ച് അതിൽ നിന്നും നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്തിട്ട് കോസ്റ്റ് പ്രൊഡക്ഷൻ കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഫിക്സഡ് ബജറ്റും ഫ്ലെക്സിബിൾ ബജറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ഒരു പ്രത്യേക ഒറ്റ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. ഇതിൻ്റെ നേച്ചർ സ്റ്റാറ്റിക് ആണ്, ഇത് ഡൈനമിക് നേച്ചറാണ്. ഇവിടെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ട് എന്ത് പറയുന്നു, ഫിക്സഡ്, സെമി വേരിയബിൾ അങ്ങനെ ആക്കി മാറ്റുന്നു. ഇതിന് ലിമിറ്റഡ് യൂസ് ആണ്, ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. വേരിയൻസ് അനാലിസിസിന് ആവശ്യമായ അത്രയധികം വിവരങ്ങൾ നൽകുന്നില്ല, വേരിയൻസ് അനാലിസിസിന് ആവശ്യമായ ഒരുപാട് വിവരങ്ങൾ നൽകുന്നു. ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ
ബജറ്റ് പ്രിപ്പയർ ചെയ്ത് ഓരോ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ ഒരു സിസ്റ്റമാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. സെയിൽസും തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. പി വി റേഷ്യോ കാണണം, അതേപോലെ തന്നെ എന്തു പറയണം, ബ്രേക്ക് ഈവൻ പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യണം. പി വി റേഷ്യോ കാണാൻ ആദ്യം നമുക്ക് പി വി റേഷ്യോന്റെ ഫോർമുല എന്താ, കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് എന്നാണ്. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ് പി വി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കോൺട്രിബ്യൂഷൻ ആദ്യം കണ്ടെത്തണം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 1 lakh മൈനസ് 60,000 = 40,000. സോ കോൺട്രിബ്യൂഷൻ കിട്ടി. സെയിൽസ് 1 lakh ആണ്, കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് 40% കിട്ടും. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആണ്. അത് 30,000 ബൈ 40%. ആ 40% ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങളുടെ BEP കിട്ടും 75,000. ദെൻ വാട്ട് ആർ ദ നീഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആവശ്യകത, ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാം, ലിക്വിഡിറ്റി പൊസിഷൻ അറിയാം. ലിമിറ്റേഷൻസ് ഓഫ് ദി ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തൊക്കെയാ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് മാർക്കറ്റ് ഉണ്ടാവുന്ന ചേഞ്ചസ് കൺസിഡർ ചെയ്യുന്നില്ല, ഇൻഫ്ലേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലാണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ. ഇപ്പൊ ഈ അസറ്റുകളൊക്കെ വാങ്ങിച്ചു, ഇപ്പൊ ഫർണിച്ചർ വാങ്ങിച്ചു, ബിൽഡിംഗ് വാങ്ങിച്ചു, മെഷീനറി വാങ്ങിച്ചു എന്നൊക്കെ ആകുമ്പോൾ ആ പേര്, ഈ കാണുന്ന പേരുണ്ടല്ലോ, അത് ആദ്യം എഴുതി വെക്കാം. 2 ആസ്പെക്റ്റ് ആണ് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവുക. ഫസ്റ്റ് എഴുതുന്ന ആസ്പെക്റ്റിനെ ഡെബിറ്റും, രണ്ടാമത് എഴുതുന്ന ആസ്പെക്റ്റിനെ ക്രെഡിറ്റും എന്ന് പറയും. അപ്പൊ ആ ഫസ്റ്റിനെ നമ്മൾ അങ്ങനെ ആ പേരിലാണ്ട് എഴുതുക, ക്രെഡിറ്റ് എഴുതുമ്പോൾ 2 ചേർത്ത് എഴുതുക കേട്ടോ. അപ്പോൾ മെഷീനറി ഫർണിച്ചർ ഒക്കെ വരികയാണെങ്കിൽ, ഇത് വാങ്ങുമ്പോൾ നമ്മൾ എടുത്തുനിന്ന് എന്ത് പോകും, ക്യാഷ് പോകും. ക്യാഷ് വരികയാണെങ്കിൽ ആദ്യം എഴുതി വെക്കുക, അതായത് ഡെബിറ്റിൽ എഴുതി വെക്കുക. ക്യാഷ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ്. അതിനിപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ റൂളൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും, വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വെച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞുതരാം. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ ടു ക്യാഷ്. ഫർണിച്ചർ വാങ്ങിക്കുകയാണ്, അപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് എന്ത് പോകും, ക്യാഷ് പോകും അല്ലേ. ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ക്യാഷ് പോകും. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റ ടു ക്യാഷ്. ഇനി അടുത്ത മെഷീനറി വിറ്റു എന്നാണ്. ഒരു ചെറിയ ഒരു ഇത് പാരഗ്രാഫ്, ഇത് സെന്റൻസ് ആയിട്ട് കൊടുക്കണം. ഇതിനെ നെറേഷൻ എന്നാണ് പറയട്ടോ, പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് എഴുതിയാണ്. ഇനി അടുത്തത് മെഷീനറി വിറ്റു. മെഷീനറി വിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. ക്യാഷ് കിട്ടുക ആയതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്തു, മെഷീനറി പോവുക ആയതുകൊണ്ട് മെഷീനറി ക്രെഡിറ്റ് ചെയ്തു. ഇനി അടുത്ത ഗുഡ്സ് വാങ്ങുകയാണ്. ഗുഡ്സ് വാങ്ങുമ്പോൾ വരുന്ന അക്കൗണ്ടിന്റെ പേരാണ് പർച്ചേസസ് അക്കൗണ്ട്. ഗുഡ്സ് വിൽക്കുമ്പോൾ വരുന്ന അക്കൗണ്ടിന്റെ പേര് സെയിൽസ് അക്കൗണ്ട്. വാങ്ങുമ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, വിൽക്കുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അതൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പോയി. ഇനിയിപ്പോൾ ക്യാഷ് പോകണമെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഇനി കടം വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ക്യാഷിന്റെ സ്ഥാനത്ത് ആരെടുത്തുനിന്നാണോ കടം വാങ്ങിച്ച അയാളുടെ പേര് എഴുതിക്കുക. ഇനി ഇവിടെ സാധനങ്ങൾ ക്യാഷിന് വിറ്റു, അപ്പൊ ക്യാഷ് കിട്ടും. വിൽക്കുമ്പോൾ വരുന്ന അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട്. ഇനി കടത്തിനാണ് നമ്മൾ വിൽക്കുന്നത് വെച്ചാല് ഈ ക്യാഷ് എന്നുള്ളിടത്ത് ആരാണ് പൈസ ഇങ്ങോട്ട് നമുക്ക് തരാണ്ടാവുക, അയാളുടെ പേര് എഴുതിക്കാം. ഇനി വേജസ്, സാലറി, റെന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്താൽ വേജസ് അക്കൗണ്ട് ഡെപ്റ്റ ടു ക്യാഷ്. വേജ് കൊടുക്കല്ലേ, എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യുക. വേജ് കൊടുക്കുമ്പോൾ എന്ത് പോകും, ക്യാഷ് പോകും. അതേ അടുത്തത് അതിൽ അതേപോലെ കുമാറിന് ക്യാഷ് കൊടുത്തു. കുമാർ അക്കൗണ്ട് ഡെപ്റ്റ ടു ക്യാഷ്. അപ്പൊ ആർക്ക് കൊടുത്തു, കുമാറിന്. എന്ത് പോയി, ക്യാഷ്. ക്യാഷ് പോയ ടു ക്യാഷ്. അപ്പൊ പിന്നെ ആർക്കാ കൊടുത്തെന്നുള്ളതും കൂടി ഇവിടെ എഴുതി വെച്ചാൽ മതി. ഇനി സോനുവിന്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ആരിൽ നിന്ന് കിട്ടി, സോനു. ദെൻ അടുത്തത് കമ്മീഷൻ റിസീവ് ചെയ്തു. അപ്പൊ കമ്മീഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത്, ക്യാഷിനല്ലേ ആക്ച്വലി കിട്ടുക. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ ടു കമ്മീഷൻ. ദെൻ സാലറി അക്കൗണ്ട് ഡെപ്റ്റ ടു ക്യാഷ്, സാലറി കൊടുത്തു. ഇനി അടുത്തത് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഈ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ 2 കോളം തന്നിട്ടുണ്ടാവും. എക്സ്ട്രാ കമ്പാരിറ്റീവ് ആണെങ്കിൽ 2 കോളം തരും, എക്സ്ട്രാ 2 കോളം കൂടി വേണം കേട്ടോ. ഇനി ഇതിന് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ലാബിലിറ്റി സൈഡ് ഏതൊക്കെയാണെന്ന് അറിയണം. അതിൽ ഷെയർ ക്യാപിറ്റൽ വരും, റിസർവ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ബോറോയിസ്, ട്രേഡ് പേയബിൾസ്. ഇനി അസറ്റ് സൈഡിൽ ഏതൊക്കെ വരിക, അസറ്റുകൾ, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇൻവെന്ററി, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ് വരും. അത്രയും അറിയണം. ഇതിന്റെ ഇതൊക്കെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്
ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ വരച്ചങ്ങ് ചെയ്താണ്. പർട്ടിക്കുലേഴ്സ് 2018-19 ഇൻക്രീസ് ഓർ ഡിക്രീസ്, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇനി ഇതേ അസറ്റ് ലാബിലിറ്റി സൈഡാണ് ഞാൻ എഴുതി. ഇനിയിപ്പോൾ അസറ്റ് സൈഡ് ആദ്യം എഴുതിച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഷെയർ ക്യാപിറ്റൽ എഴുതി 5 ലക്ഷം 10 ലക്ഷം. ഇനി ഇതിന്ന് ഇത് കൂടുകയാണോ കുറയുകയാണെന്ന് എഴുതുക. കൂടുകയാണെങ്കിൽ പ്ലസ് ചേർത്ത് എഴുതുക, കുറയുകയാണെങ്കിൽ മൈനസ് ചേർത്ത് എഴുതുക. 5 ലക്ഷം 10 ലക്ഷം കൂടി 5 ലാക്സ് പ്ലസ് 5 ലാക്സ്. ഇനി എത്ര പെർസെൻറ്റേജ് കൂടിയെന്ന് എങ്ങനെ കാണാം? ഈ കോളം ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇല്ലേ, ഇതേ ഡിവൈഡഡ് ബൈ ഈ കോളം, ആദ്യത്തെ കോളം. അപ്പോൾ 5 ലാക്സ് ഡിവൈഡഡ് ബൈ 5 ലാക്സ് ഇൻറ്റു 100. ഇനി 3 ലാക്സ് 2 ലാക്സ് എത്രയാ? മൈനസ് 1 ലാക്ക്. അപ്പോൾ 1 ലാക്ക് ഡിവൈഡഡ് ബൈ 3 ലാക്സ് ഇൻറ്റു 100. ദെൻ 5 ലാക്ക് 8 ലാക്സ്. അപ്പോൾ 3 ലാക്സ് ഡിവൈഡഡ് ബൈ 5 ലാക്സ് ഇൻറ്റു 100. അപ്പോൾ ഈ രീതിയിൽ എഴുതുക. ഇത് ടോട്ടൽ ചെയ്യുന്നു. അതേപോലെ നമ്മൾ ഈ അസറ്റ്സിൻ്റെ ഐറ്റംസും അതുപോലെ എഴുതി. ഓക്കെ. ഇനി അടുത്തത് ഫ്രം ദ ഫോളോയിങ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസും ഫിക്സഡ് പ്രൈസ് വാരിയൻസും മെറ്റീരിയൽ യൂസേജ് വാരിയൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ 3 മെറ്റീരിയൽ തന്നു, എ ബി സി. അതിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ പ്രൈസ്. ഇത് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാം പേപ്പറിലോട്ട് എടുത്തെഴുതുക. ഇതേപോലെ അങ്ങോട്ട് എടുത്തെഴുതുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കൂ, മെറ്റീരിയൽ എ ബി സി, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ റേറ്റ്. ഇതിൽ എഴുതി കഴിഞ്ഞു. ഇനി മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിന്റെ ഫോർമുല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ഇതേ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇനി എ ബി സി താഴെ ഇടുക. ഇനി അടുത്ത പരിപാടി എ ബി സി എന്ന് താഴെ ഇടുക. ഇതേ ഇൻറ്റു ഇത് 1010 into 1, 410 into 1.5, 350 by 350 into 2 minus 1080 into 1.2, 380 into 1.8, 380 into 1.9. ഒറ്റ ഇതിൽ അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് മൈനസ് ആണെങ്കിൽ അഡ്വേഴ്സ് എഴുതുക. ഇവിടെ മൈനസാണ് കിട്ടുക. അപ്പോൾ ഇത് 377. ഇത് അഡ്വേഴ്സ് എന്നിട്ട് അത് ഈ മൈനസ് ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തത് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആണ്. ഫോർമുല എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലേ ഈ സാധനമാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് പ്രൈസ് ഇതാ, ആക്ച്വൽ പ്രൈസ് ഇതാ. അപ്പോൾ 1080 ഇൻറ്റു 1 മൈനസ് 1.2, 380 ഇൻറ്റു 1.5 മൈനസ് 1.8. അതുപോലെ അങ്ങ് എഴുതുക. അതാണ് ഇവിടെ ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ചെയ്യുക. 3 ഉള്ളതുകൊണ്ട് 3ൻ്റെയും കണ്ടിട്ട് സെപ്പറേറ്റ് കാണുക, ടോട്ടൽ ചെയ്യുക. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ഈ സാധനം നമുക്ക് 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം വളരെ ഈസിയാണ് ഫോർമുല പഠിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നോക്കൂ, ഇതേ സ്റ്റാൻഡേർഡ് പ്രൈസ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കിത് ഉത്തരം ശരിയായോ നോക്കാൻ എന്ത് ചെയ്താൽ മതി അറിയാം? ഈ മെറ്റീരിയൽ പ്രൈസും മെറ്റീരിയൽ യൂസേജും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം? ഈ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, ഈ കിട്ടിയ എമൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണെന്ന് പറയാം. ഇത് ടൈപ്സ് ഓഫ് ബജറ്റ്സ് ഞാൻ കഴിഞ്ഞ അതിൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ട്സ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഫങ്ഷൻ ബേസ് ചെയ്തിട്ട്, ഫ്ലെക്സിബിലിറ്റി ബേസ് ചെയ്തിട്ട്, ടൈം ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള ബജറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അടുത്ത ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിലും ഇതേ ക്വസ്റ്റ്യൻ ആണ്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ ക്വാണ്ടിറ്റി വാരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്. ഇതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതേ സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ടേബിളാക്കി കൊടുത്തു. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് കണ്ടു. എത്ര പ്രൊഡക്ട്സ് ഉണ്ട്? എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. പിന്നെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു. മെറ്റീരിയൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എത്ര കിട്ടുക അറിയോ? എത്രയുണ്ട്? 1000, 800 അല്ലേ ഉള്ളത്. 200 എന്ന് കിട്ടും കേട്ടോ. ഇവിടെ 200 ആണ്. അത് ഫോട്ടോ എടുത്തപ്പോൾ പോയിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. അവിടെ -700. അതേപോലെ -700 പ്ലസ് 200 എന്ന് പറഞ്ഞാൽ എത്രയാ? -500. ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി.
ദെൻ അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്. എന്ത് ചെയ്യണം? ട്രേഡിങ്ങും P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ ചാപ്റ്റർ വീഡിയോ ഇട്ടിട്ടില്ല. അത് നമുക്ക് വീഡിയോ ഇടാനുള്ളതായിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ വിട്ടുപോയതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ മക്കൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ക്ലോസ് സ്റ്റോക്ക് എന്ത് ചെയ്യണം വെച്ചാൽ, ഇത് പുറത്താണ്, ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ ഒറ്റ പ്രാവശ്യം എടുക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ ട്രേഡിങ്ങിൽ എടുക്കും, അല്ലെങ്കിൽ P&L എടുക്കും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഇതിന്റെ പുറത്ത് ഇവിടെ മേലെ താഴെ, അതായത് ഇത് കഴിഞ്ഞിട്ട് ഈ കോളം കഴിഞ്ഞിട്ട് താഴത്ത് തരികയാണെങ്കിലും അത് 2 പ്രാവശ്യം എടുക്കണം. അപ്പൊ അത് നോക്കൂ, ഇതാണ് ഒരു ഐറ്റം പുറത്ത് വന്നിട്ടുള്ളത്, ഇത് ക്ലോസ് സ്റ്റോക്ക് ആണ്. ലാസ്റ്റിൽ തന്നിട്ടുള്ള 31 ഡിസംബർ ക്ലോസ് സ്റ്റോക്ക്, അത് 2 പ്രാവശ്യം എടുക്കാം. ഇനി ഇതൊക്കെ ഒറ്റ പ്രാവശ്യം. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ബാലൻസ് ഷീറ്റ്, ഫ്രീ ഹോൾഡ് ബാലൻസ് ഷീറ്റ് അസറ്റ് ആണ്. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഫസ്റ്റ് ഐറ്റം. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാലറി ഇൻഡയറക്റ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പർച്ചേസ് സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഒന്ന് ഡെബിറ്റ് സൈഡിൽ വരും, ഒന്ന് ക്രെഡിറ്റ് സൈഡിൽ. ഫർണിച്ചർ അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റ്. കാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ട്. കാരേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേണും പർച്ചേസസ് റിട്ടേണും സെയിൽസിൽ നിന്നും പർച്ചേസസിൽ നിന്നും കുറയ്ക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡും ഡിസ്കൗണ്ട് അലൗഡും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ഇൻകാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. സൺഡ്രി ഡെപ്റ്റേഴ്സ് അസറ്റ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി, രണ്ടും ബാലൻസ് ഷീറ്റിൽ, ഒന്ന് ലാബിലിറ്റി സൈഡ് ഒന്ന് അസറ്റ് സൈഡ്. കുമാസ് ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റ്. റെന്റ്, റേറ്റ്സ്, ടാക്സസ്, അഡ്വർടൈസ്മെന്റ് രണ്ടും ഇൻഡയറക്റ്റ് ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബാലൻസ് ഷീറ്റ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന്, വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് പിൻവലിക്കുന്ന തുകയാണ് എന്ത് പറയുന്നത്, തുക ആവാം, ക്യാഷ് ആവാം. തുക എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ടാവാം. അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. അത് ക്യാപിറ്റൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കണം. ബാലൻസ് ഷീറ്റിലാണ് പോവുക. ലോൺ ഫ്രം രാജേഷ്, രാജേഷിൽ നിന്നൊരു ലോൺ എടുത്തു, അത് ബാലൻസ് ഷീറ്റിൽ പോകും. സോ ദേ ട്രേഡിംഗ് അക്കൗണ്ട്. ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, പർച്ചേസിൽ നിന്ന് റിട്ടേൺസ് കുറയ്ക്കുക. ഇവിടെ പുറത്ത് സെയിൽസും, സെയിൽസിൽ നിന്ന് റിട്ടേൺ കുറയ്ക്കുക. ഇവിടെ ക്ലോസ് സ്റ്റോക്ക്. ഇതാണ് ഇതിന്റെ തുടക്കം എങ്ങനെ വരിക. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക. ഇവിടെ സെയിൽസ് എഴുതുക, സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക, ക്ലോസ് സ്റ്റോക്ക്. ഇത് ആ ഓർഡർ തന്നെ വരണം കേട്ടോ. പിന്നെ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവിടെ കാരേജ് ഇൻവേർഡും വന്നു, വേജും വന്നു. ഇനി ഇത് ടോട്ടൽ ചെയ്തു, അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ കൂടുതൽ 1,45,600 മൈനസ് ചെയ്യുമ്പോൾ 27,690. ഇനി എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ അങ്ങനെ 1 by 1 ആയിട്ട് ആദ്യം ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിനെ, ഇതുവരെയാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്. ഈ പ്രത്യേക ഇങ്ങോട്ട് വരികയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ ഈ ക്യാരി ഡൗൺ ചെയ്തതിന്റെ ഓപ്പോസിറ്റിക്ക് ബ്രോ ഡൗൺ ചെയ്യണം. ഇവിടെയാണ് ക്യാരി ഡൗൺ, ഇവിടെയാണ് ബ്രോ ഡൗൺ. ഗ്രോസ് ലോസ് ആണെങ്കിൽ ഇവിടെയാണ് ഉണ്ടാവുക, ഈ സൈഡിൽ മുകളിൽ ഉണ്ടാവും ഗ്രോസ് ലോസ് എന്ന്. പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇവിടെ വരും. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ ക്യാരി ഡൗൺ ചെയ്തു, അപ്പൊ ഇവിടെ ബ്രോ ഡൗൺ. ലോസ് ഇവിടെ ക്യാരി ഡൗൺ ചെയ്യും, അപ്പൊ ഇവിടെ ബ്രോ ഡൗൺ ചെയ്യും. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ബ്രോ ഡൗൺ ചെയ്തു. ഇനി എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, സാലറി, കാരേജ് ഔട്ട്വേർഡ്, ഡിസ്കൗണ്ട്, റെന്റ്, റേറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ എഴുതി ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ടോട്ടൽ ചെയ്തു. ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളങ്ങ് ബാലൻസ് ഷീറ്റിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫ്രീ ഹോൾഡ്, ക്ലോസ് സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഇവിടെ ക്രെഡിറ്റേഴ്സ്, ലോൺ ഫ്രം രാജേഷ്, ക്യാപിറ്റൽ, അതിനോട് കൂടെ ഈ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കണ്ടെത്തിയില്ലേ, അത് ആഡ് ചെയ്യുക. ക്ലോസ് ഡ്രോയിങ്സ് കുറയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ ക്ലോസ് സ്റ്റോക്ക് 2 പ്രാവശ്യം കാണിക്കുന്നു. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലും കാണിച്ചു, ഇവിടെ ബാലൻസ് ഷീറ്റിലും കാണിച്ചു. സോ ഇതാണ് ഇതിന്റെ ബാലൻസ് ആയിട്ട് വരുന്നത്. ഇത്രയാണ് നമ്മുടെ വീഡിയോയിലുള്ള കണ്ടന്റ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ല എക്സാം, നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. So thank you.